ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചപ്പുറത്തൊരു മാങ്ങ മരമുണ്ട്. അപ്പോൾ അവിടെ മാങ്ങ വെറുക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും കൂടി. ഇന്ന് മഴയൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മാങ്ങ മരം, നിറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ കുറേ വീണ് കിടക്കുന്നുണ്ട്. നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് മാങ്ങയൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമാണ് കേട്ടോ ഈ മാങ്ങക്ക്, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പം അങ്ങനെ കുറച്ച് പെറുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുളം ഉണ്ട് കേട്ടോ. ആ കുളം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ കുളം. ഇത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ കുളത്തിൽ. ഇപ്രാവശ്യത്തെ നല്ല മഴക്കും കാറ്റിനൊക്കെ ഈ കുളം നല്ലോണം നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കുളത്തിൽ നിറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല കരിനീല വണ്ടിനൊക്കെ ഉണ്ട്, അത് വീഡിയോ എടുത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചുണ്ടക്കായ കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും വടുകയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ ഇതിനെക്കൊണ്ട്. ഇവിടെയൊക്കെ വടുകയൊക്കെ ഉണ്ടാക്കലുണ്ട് ചുണ്ടക്കായും കൊണ്ട്. അപ്പോൾ ഇത് ഞങ്ങളെ വീട്ടിലെ വഴുതനങ്ങ ചെടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് വഴുതനങ്ങയാണ് കേട്ടോ. നല്ല ഫ്രഷ് വഴുതനങ്ങയാണ്, വിഷമൊന്നും ഇല്ലാത്ത കുറച്ച് കിട്ടിയപ്പോൾ അതെന്താക്കാം, കുറച്ച് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. അല്ല, ഉപ്പേരി ആക്കുന്നില്ല, അതിനെ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് മസാല ആക്കിയിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു പുഴുക്കുത്തും ഒന്നുമില്ല കേട്ടോ, കുറച്ച് പോലും കളയേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രഷ് സാധനം തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഒക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പേരി ആക്കുന്നതിനൊക്കെ ഇഷ്ടം ഇവിടെ മോനിക്കെല്ലാം പൊരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ കുറച്ച് അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതാ. അങ്ങനെ ഇതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതായാലും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതായാലും ഭയങ്കര രസമാണ്, ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് ഉപ്പേരി വെക്കുന്നതിനൊക്കെയായി നല്ലത് ഇങ്ങനെ പൊരിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മുതിരക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ മുതിരയൊക്കെ നല്ലോണം വറുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകാൻ വേണ്ടി അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഴക്കാലത്ത് പിന്നെ മുതിരയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് വറുത്തരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം, ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും 2 ഇല്ലി വെളുത്തുള്ളിയും മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് മതി. മല്ലിപ്പൊടി പിന്നെ കുറച്ച് തോനിട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നല്ലൊന്ന് മൂക്കും വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞങ്ങളെ മോളും കൂടി കൂടിയിട്ടുണ്ട് കേട്ടോ കറി വെക്കാനും. ഓളാണിപ്പോൾ എല്ലാം പറഞ്ഞിരുന്ന ആള്. പൊടിയൊക്കെ ഇടേണ്ടതൊക്കെ ഓളതാ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി 2 ഇല്ലി വെളുത്തുള്ളിയും കൂടി അതിലിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുതിരയൊക്കെ അതാ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അരപ്പ് നമുക്കത് മുതിരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മുതിരക്കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.